ഇന്ന് ഞങ്ങൾ വേലച്ചേരിയിലുള്ള കോറ കാർണിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് കോർട്ടിലാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറച്ച് ദിവസമായി ഞാൻ അവിടെ ലൈറ്റ് ഇഫക്ട്സും ഒക്കെ കാണുന്നു. അപ്പോൾ ചിലവർ പറഞ്ഞു അത് ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് കുറേ തിരക്കൊക്കെ കണ്ടപ്പോൾ, പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്ക് കണ്ടപ്പോൾ പോയി നോക്കിയതാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് കേട്ടോ. കുറേ പലതരം സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് നമ്മുടെ ആസ് യൂഷ്വൽ ഷവർമ്മയാണ്. ഈ ചേട്ടൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടനല്ല കേട്ടോ, കുഞ്ഞി അനിയനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഫില്ലിങ്സൊക്കെ വെച്ചിട്ടാണ് അവൻ റോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ പുകയുന്നു, ഫുൾ തീയൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു അമ്മ അവിടെ എന്തോ ഉണ്ട് നോക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ ഫുൾ തീയിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. തന്തൂരിയൊക്കെ നമ്മൾ ഉള്ളിൽ കണ്ടിട്ടുള്ളൂ ചുട്ടുന്നത്. ഇങ്ങനെ ശരിക്കും തീയുടെ ഉള്ളിലിട്ടിട്ടാണ് ഇവർ ചിക്കനൊക്കെ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ബാക്ക് ടു എൻ്റെ ഷവർമ്മയുടെ അടുത്ത് പോയി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആദ്യം വാങ്ങിയിട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ആസ് യൂഷ്വൽ നമ്മുടെ സ്വഭാവത്തിന് ഞാൻ പിന്നെയും വന്ന് നിന്നു. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ ഷവർമ്മ റോളൊക്കെ അതിലിങ്ങനെ ചൂടാക്കിയിട്ട്, നമ്മുടെ കുബൂസൊക്കെ അതിൽ ചൂടാക്കി അതിൽ നല്ലോണം ഫില്ലിങ്സ് വെച്ച് ഈ സിൽവർ ഫോയിൽ ഇങ്ങനെ ചുറ്റുന്നത് ഞാനിവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. മറ്റേതൊക്കെ നമ്മളുടെ ബട്ടർ പേപ്പറിലായിരിക്കും. ഇവിടെ സിൽവർ ഫോയിലാണ് അവരെനിക്ക് ചുറ്റി തന്നത്. കണ്ടോ, ഡ്രോയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റിയെടുത്തത് അവർ. അപ്പോൾ അങ്ങനെ അത് വാങ്ങി. ഞാനും ആദ്യം ഷവർമ്മയാണ്. അതിനോട്ട് മട്ടൻ എന്തായിരുന്നു, കറി ദോശ. അപ്പോൾ അതിലേക്കാണ് അടുത്ത ഓർഡർ. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്നു നോക്കാൻ. നമുക്ക് പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരുടെയും വീഡിയോ എടുക്കലാണല്ലോ മെയിൻ പണി. അപ്പോൾ ആദ്യം അവർ മട്ടൻ്റെ പീസസും മുട്ടയും പിന്നെ കുറച്ച് മട്ടൻ ഗ്രേവിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ. അത് ഞാൻ കലക്കുന്നത് കാണിക്കാൻ പറ്റില്ല, ഞാൻ ദോശയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം. അതിങ്ങനെ മുകളിലിട്ടിട്ട് അതിൽ കുറേ കറിവേപ്പിലയും പിന്നെ പെപ്പറും എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ മുകളിൽ വെതറി. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു. എരിവ് ഇത്തിരി കുറവാണെന്ന് ആനേട്ടൻ പറഞ്ഞു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ കൂടെ അവർ മറ്റേ മസാലിന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ആ എരിവ് എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. അങ്ങനെ ഇത് പക്ഷേ ഈ ദോശ ചുടുന്നത് ആദ്യമായിട്ടാണ് ഈ ചൂലുകൊണ്ട് ദോശക്കല്ലിങ്ങനെ അടിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവൻ അയ്യോ അമ്മ എന്താ ഇത് ചൂല് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മളിത് പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള കാരണം നമുക്കറിയാമല്ലോ ഇതെങ്ങനെയാണെന്ന്. അപ്പോഴേക്കും അടുത്ത ഓർഡർ വന്നു. അവരത് അടുത്തത് ചുടാൻ തുടങ്ങി. കണ്ടോ, ഈ ചൂലിടുന്നതാണ്. അവനത് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല. എന്തായാലും പിന്നെ ഇതാ ഡാൻസ് പാട്ട് അതും ഉണ്ട് കേട്ടോ. സ്റ്റേജ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ കുട്ടികൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതാ ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം ഞങ്ങളിവിടെ നിരത്തി. മോമോ ആണ് മാള് ഓർഡർ ചെയ്തത്, അത് പറയാൻ മറന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു ഞങ്ങൾ ആ ദിവസം. ശനിയാഴ്ച വൈകുന്നേരം നല്ലൊരു ആംബിയൻസും നല്ല വൈബൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ചെന്നൈയിലുള്ള എല്ലാവരും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യണം. മാളും ഐസ്ക്രീമും വാങ്ങി. അതിൻ്റെ ഇടയിൽ കൂടുതൽ ഒരു ബലൂണും കിട്ടി. എന്തായാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. എവ്രി വൺ മസ്റ്റ് ട്രൈ.